ഷെൻഫിയെ, കണ്ണിൻ്റെ പവർ കുറഞ്ഞു വരിക, കണ്ണട മാറ്റേണ്ടി വരും. 5ൻ്റെ പൈസ അല്ലേ മോനെ കയ്യിൽ. നിങ്ങൾ നമ്മളെപ്പോലെ ഒന്നല്ലല്ലോ, മാഷ്മാരല്ലേ, മാസം വരൂലേ? ആ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു 20-ാം തീയതി ആകുമ്പോഴേക്കുണ്ടല്ലോ അങ്ങോട്ട് നോക്കുക, ഇതാ അവസ്ഥ. 5ൻ്റെ പൈസ ഉണ്ടാവില്ല കയ്യിൽ. പിന്നെ ഒരു ചായ കുടിക്കണമെങ്കിൽ ഉണ്ടല്ലോ അവിടെ കടം വാങ്ങണം. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എനിക്കൊരു ചങ്ങായി കടം വാങ്ങിയ പൈസ തരാണ്ട് ഓൻ കുറേ ആയി കളിപ്പിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച അല്ലേ, ഓൻ പുരയിലുണ്ടാവും. നമ്മൾ പോയി നോക്കിയാലോ? ഒന്ന് എന്തായാലും എന്നോട് വാങ്ങണോ പൈസ. ആരാ മോളെ വന്നത്? ആ അജീർ അയ്യായിരോ? ആ വരി കയറി അതേ ഇരിക്കുക. ഞങ്ങൾ ഇതിലെ പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഇവൻ്റെ ഒരു കമ്പനിക്കാരുണ്ട് ഗൾഫിലുള്ള ആർട്സ്, ഓൻ്റെ പുരയെ പോയതായി. അല്ല, നിങ്ങളപ്പോൾ തിരേ കാണാനില്ലല്ലോ, ഒരു വിവരവും ഇല്ലല്ലോ. ഒന്ന് വിളിക്കന്നെ ചെയ്തോളൂ മനുഷ്യ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടടാ. പിന്നെ ഓരോ ചൊറയിലൊക്കെ ആയി പോയിട്ടാണ് സംഭവം. ഇത് നിങ്ങളെ മോള് തന്നെയല്ലേ? മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പോലടാ ചായ എടുക്കാം. അല്ല, ചായ വേണ്ട, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇല്ല പിന്നെ വരാം. അല്ല ചെങ്ങ, ഇനി പൈസ വെക്കാൻ വേണ്ടിട്ടല്ലേ മദീന്? ഞാൻ എന്നെ കുറിച്ചൊരു അക്ഷരം ചോദിച്ചില്ലല്ലോ, എന്നോട് മറന്നുപോയോ? എടാ, മറന്നോന്നല്ലടോ, ഞാൻ അവിടെ ഒരു മോളെ കണ്ടില്ലേ, എനിക്കുണ്ട് അതേ പ്രായത്തിലൊരു മോള്. എടാ, എനിക്കൊരു കാര്യം അറിയോ? എല്ലാ പെൺകുട്ടികളുടെയും ലൈഫിലെ ആദ്യത്തെ ഹീറോ ആരായിരിക്കും അറിയോ? ഒരച്ഛനായിരിക്കും. ഞാനിപ്പോൾ അവിടെ നിന്ന് പൈസനെ പറ്റി എന്താ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ വർത്താനം ഉണ്ടാവും. ആ മോളെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. എടാ, അവരെ സ്ഥാനത്ത് ഞാൻ ഇന്ന് എൻ്റെ മോളെയും കണ്ടുപോയി. ഞാൻ കൊണ്ട് ചോദിക്കാൻ തോന്നിയിട്ടാ, മറന്നുപോയതൊന്നല്ല. ഇപ്പോഴാ എന്റെ സെന്റിമെന്റ്സിനൊന്നും ഒരു കുറവില്ലല്ലേ? കാരണം ഒരു ചായ എങ്കിലും കിട്ടിയാൽ അതും ഇല്ലാണ്ടാക്കി. അപ്പൊ ആ ചായ ഞാൻ വാങ്ങിത്തരാം, കേറ്.